നമ്മളെപ്പോഴേ സ്ഥലം നോക്കുമ്പോൾ എപ്പോഴും ഒരു ജസ്റ്റ് ഒരു ടിപ്പായിട്ട് പറയാം കേട്ടോ. നമ്മൾ നല്ല അത്യാവശ്യം വിലയുള്ള സ്ഥലത്ത് വില കുറഞ്ഞ് കിട്ടുന്ന സ്ഥലം എടുക്കണം. ഇല്ലെങ്കിൽ എന്താ വിഷയം എന്നറിയോ, നമ്മളിപ്പോൾ ഏതെങ്കിലും മൂലയിൽ പോയി ഒരു ഏക്കറോ 2 ഏക്കറോ വാങ്ങിയിട്ട് ചെറിയ വിലയ്ക്ക് ഒരു 10 വർഷം കഴിയുമ്പോഴും ചിലപ്പോൾ അതിനായിരിക്കും വില, ചിലപ്പോൾ അതിൽ കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് നമുക്കൊരു കാര്യം ഉണ്ടാവില്ല. അതിപ്പോൾ ഞാൻ കാണിച്ചിരുന്ന ലാൻഡായാലും മറ്റുള്ളവരെ വീഡിയോയിൽ എല്ലാം കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളും കാണുന്നുണ്ട്, പലരും വീഡിയോ കാണുന്നുണ്ട്, നമ്മളെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏത് ലാൻഡ് നിങ്ങൾ എടുക്കുകയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് എവിടെയാണെങ്കിലും, ഇപ്പോൾ വയനാട് എന്നല്ല, നമ്മൾ എവിടെയാണെങ്കിലും, കാരണം നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പം നമുക്കത് റിട്ടേൺ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്കൊരു പ്രോഫിറ്റബിളായിട്ട് കിട്ടണം. ഇല്ലെങ്കിൽ അതൊരു കാര്യമില്ല. ബാങ്കിൽ പൈസ ഇട്ടാൽ മതിയല്ലോ, അതിനും റിട്ടേൺ കിട്ടും. അപ്പോൾ നമ്മൾ ബാങ്കിലിടുന്നതിനെക്കാളും കൂടുതൽ ലാൻഡ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ കൂടുതൽ റിട്ടേൺ നമുക്ക് ലാൻഡിൽ നിന്ന് കിട്ടും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ അമ്പലവയൽ ഭാഗം, അതായത് കാരാപ്പുഴ ഡാം തൊട്ടടുത്താണ്. ചീങ്ങേരി മല എന്ന് പറഞ്ഞ ചെറിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമൊക്കെ ഉണ്ട്. പിന്നെ അമ്പലവയൽ തൊട്ടടുത്താണ്. നല്ല ഏരിയ, വന്യമൃഗശല്യമൊന്നും ഇല്ലാത്ത നല്ല ഏരിയയിൽ ഒരു 24 സെൻറ്റ് സ്ഥലം, അതിലൊരു ചെറിയ വീട് വേണമെങ്കിൽ നമുക്ക് പുതുക്കിയെടുക്കാം. റോഡ് സൈഡിൽ തന്നെ കേട്ടോ. ബസ് റൂട്ട് ഓൾറെഡി പാസ്സായ ഏരിയയാണ്, ബസ് വന്ന് തുടങ്ങിയിട്ടില്ല. അപ്പോൾ എല്ലാ സൗകര്യമുള്ള ലാൻഡാണ്. 24 സെൻറ്റ് ലാൻഡ്, ഒരു ചെറിയ വീട്. ടോട്ടൽ അവർ ചോദിക്കുന്ന വില 24 ലക്ഷം രൂപ. ഒരു മാന്യമായ വിലയാണ്. അതായത് ആ ലാൻഡിൻ്റെ വില പോലും അവർ ചോദിക്കുന്നില്ല. ലാൻഡിന് അവിടെ കുറച്ചുകൂടെ വിലയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് പോകാം. നമ്മളിപ്പോൾ ഈ സ്ഥലത്താണുള്ളത്. ഇങ്ങനെ കാണുന്നതാണ് 24 സെൻറ്റ്. റോഡ് സൗകര്യമുണ്ട്. റോഡ് ഫ്രണ്ടേജാണ്. ഒരു 10-20 മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട്. 20 മീറ്ററിൻ്റെ മേലെ വരുന്നുണ്ട് കേട്ടോ. ഇത് ബസ് റൂട്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടുവന്ന റോഡ് ബസ് റൂട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ബസ് ഇപ്പോൾ അടുത്ത് ഓടിത്തുടങ്ങും. ഇങ്ങനെയാണ് നമ്മൾ വീട്ടിലോട്ട് കയറുന്നത്. കുറച്ച് ഹൈറ്റിൽ, ചെരുവൊന്നുമില്ലാത്ത ലാൻഡാട്ടോ. ഒന്ന് ഹൈറ്റ് കയറി 2 തട്ടായിട്ടാണ് ലാൻഡ് കിടക്കുന്നത്. ചെരുവൊന്നുമില്ല. ഇങ്ങനെയാണ് വീട് വരുന്നത്. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു പഴയ മോഡൽ വീടാട്ടോ. ഇതിങ്ങനെ തന്നെ വേണമെങ്കിൽ ഒന്ന് റിനോവേറ്റ് ചെയ്യാം. നല്ല ഭംഗിയുള്ളൊരു വീടാണത്. റോഡ് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇവിടെ ചീങ്ങേരി മലയൊക്കെ അടുത്താട്ടോ. ഇവിടെ പറയുകയാണെങ്കിൽ അമ്പലവയൽ ടൗണ് വളരെ അടുത്താണ്. ആകെ 3 കിലോമീറ്ററേ ഉള്ളൂ. അതേമാതിരി സ്കൂളുകൾ, കോളേജുകൾ, ഇതൊക്കെ അമ്പലവയൽ ടൗണിലുണ്ട്. പിന്നെ അമ്പലവയൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്, നിങ്ങൾക്കറിയാലോ. അതേപോലെ നമ്മളെ ഫാൻഡർ റോക്ക് അടുത്താണ്. മീനങ്ങാടിക്ക് 6 കിലോമീറ്ററാണുള്ളത്. എല്ലാ സൗകര്യമുള്ളൊരു ഏരിയ, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന, എല്ലായിടത്തേക്കും പെട്ടെന്ന് ആക്സസ് ആവുന്ന ഏരിയയാണ്. ഈ ഒരു വീട് നല്ല ഭംഗിയാണ്. ഇത് ഇതേമാതിരി ഒന്ന് റിനോവേറ്റ് ചെയ്താൽ നല്ല രസമുള്ള വീടായിരിക്കും. ടൈലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ടൈലിട്ടിട്ടുണ്ട്, എന്നാലും മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി വീടായിരിക്കും. 2 ബെഡ്റൂമുള്ള ചെറിയൊരു വീട് കേട്ടോ. ഈ റോഡിന് നമ്മളെ റോഡിൻ്റെ മേലെ ഒരു പീസ് കിടക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് മേലെയാണ് വീട് വരുന്നത്. താഴെ റോഡാണ്. അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളും ചെടികളൊക്കെ ഉള്ള ഏരിയ ആണ്. വീടിൻ്റെ മേലോട്ട് കുറച്ച് കൂടുതൽ സ്ഥലമുണ്ട്. സ്ക്വയറിൽ കിടക്കുന്ന സ്ഥലമാണ്. എല്ലാ കൃഷികൾക്കും പറ്റും. ഇവിടെ ഒരു പന്നീൻ്റെ ശല്യം പോലും ഇല്ലാത്തൊരു ഏരിയ ആണ് ഇവിടെ. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല, താമസിക്കാൻ പറ്റുന്ന ഏരിയ ആണ്. ഇനി നമുക്കൊരു ഹോളിഡേ ഹോം വേണമെങ്കിൽ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ ആണ്. അപ്പോൾ വിലയൊക്കെ ഞാനിതിൻ്റെ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ട്. ആകെ ഇവർ ചോദിക്കുന്ന വില 24 ലക്ഷം രൂപയാണ്. 24 സെൻറ്റ് സ്ഥലവും വീടും. അപ്പോൾ ശരിക്ക് ലാൻഡിന് കുറച്ചുകൂടെ റേറ്റ് ഉണ്ട് ഇവിടെ. ഇവർക്ക് കൊടുക്കേണ്ട ഒരു ചെറിയൊരു അത്യാവശ്യമുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ വിളിക്കുക. ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്.